നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാനെ അനുനയിപ്പിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമം തുടരുകയാണ്. ഇസ്ലാമാബാദിൽ നാളെ ചർച്ച നടത്താനാണ് സജീവ ശ്രമം. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത് പ്രശ്നങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഭീഷണിയുടെ നിഴലിൽ ചർച്ച സാധ്യമല്ലെന്ന് ഇറാന്റെ പ്രസിഡന്റും തിരിച്ചടിച്ചു. കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കൻ നടപടിക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ പരാതിയും നൽകി. കൂടുതൽ വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. നാസർ, ഈ കാര്യത്തിൽ അമേരിക്കയുടെ നയതന്ത്ര സംഘം എത്തിക്കൊണ്ടിരിക്കുന്നു. വൈസ് പ്രസിഡന്റും വരും എന്ന് പറയുന്നു. ഒരു കാരണവശാലും ഇല്ല എന്ന് ഇറാനും പറയുന്നു. ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയിലെ ഒരു ചെറിയ കണികയെങ്കിലും ബാക്കിയുണ്ടോ? അവസാന നിമിഷം ഇറാൻ വരാനുള്ള സാധ്യതയാണോ പലരും കാണുന്നത്? ജിമ്മി, മധ്യസ്ഥമായിട്ടുള്ള പാകിസ്ഥാൻ ആ ഒരു പ്രതീക്ഷയിലാണ്. അവസാനവട്ട നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനുകൂല റെസ്പോൺസ് ഇറാന്റെ ഭാഗത്തു നിന്നും ലഭ്യമായി എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പാക് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ ചാനൽ ഉൾപ്പെടെയുള്ളവ നൽകി. അമേരിക്കയിൽ നിന്നുള്ള സംഘം രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇറാൻ സംഘവും വൈകാതെ തന്നെ എത്തുമെന്നൊരു പ്രതീക്ഷയാണ് പാക് വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്. അക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാരണം നാളെയാണ് ഈ 2 ആഴ്ച നീളുന്ന വെടിനിർത്തൽ കാലപരിധി അവസാനിക്കുന്നത്. അതിനു മുമ്പേ പരമാവധി ഈ 2 സംഘങ്ങളെയും ഇസ്ലാമാബാദിൽ എത്തിക്കുകയും എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു കരാറിലേക്ക് നീങ്ങുക, അതല്ലെങ്കിൽ 2 വെടിനിർത്തൽ ദീർഘിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട സംഭവം, ഒരു കപ്പൽ ഹോർമൂസിലെ കടലിടുക്കിലെ നിരോധനങ്ങൾ, തടസ്സങ്ങളൊക്കെ മറികടന്ന്, അതായത് ഇറാന്റെയും അമേരിക്കയുടെയും തടസ്സങ്ങൾ മറികടന്ന് ഇന്ത്യയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഇത് എങ്ങനെ സംഭവിച്ചു? ഇതാണ് ഔദ്യോഗികമായിട്ട് ഇറാൻ വാർത്താ ഏജൻസിയാണ് ഗുജറാത്തിലെ ഹോർമസിൽ നിന്ന് ഒരു തടസ്സവും കൂടാതെ അമേരിക്കയുടെ ഈ നിലവിലുള്ള ഈ ഉപരോധമൊക്കെ നിലനിൽക്കെ തന്നെയാണ് ആ കപ്പലിന് സ്വതന്ത്രമായിട്ട് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇറാൻ തുറമുഖമായിട്ടുള്ള ബന്ദർ അബ്ബാസിൽ നിന്നാണ് ഈ കപ്പൽ ഗുജറാത്തിലെ കണ്ടല തുറമുഖത്തിൽ നീങ്ങുന്നതെന്നാണ് തസ്നീം വാർത്താ ഏജൻസി. ഇത് അർദ്ധ സ്വഭാവത്തിലുള്ള ഇറാന്റെ തന്നെ വാർത്താ ഏജൻസിയാണ്. അവരാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ജിമ്മി, നന്ദി.